ദൈവത്തിന് വേണ്ടി സാക്ഷ്യം വഹിച്ച് ജീവിക്കാൻ വേണ്ടിയുള്ളതിന് പ്രാധാന്യം കിട്ടിയാൽ ഉടമ്പടി ഓട്ടോമാറ്റിക്കായി ലിഫ്റ്റ് ചെയ്യും. എബിൻ്റെ സാക്ഷ്യം കുറിച്ചിന്ന് ചങ്ങനാശ്ശേരി. ഇപ്പോൾ എബിൻ എന്ന് പറയുന്നത് എബവ് ആവറേജ് കാത്തലിക്കാണ്. കുടുംബ പ്രാർത്ഥനയുണ്ട്, കുമ്പസാരമുണ്ട്, കൗദാശ ജീവിതമുണ്ട്, പള്ളിപ്രവർത്തനങ്ങളുണ്ട്, എല്ലാം ഉള്ളൊരാളാണ്. അപ്പോൾ ഈ ഉടമ്പടിയെക്കുറിച്ച് കേട്ടപ്പോൾ അദ്ദേഹത്തിന് അങ്ങനെ പെട്ടെന്നൊരു ആകർഷണം തോന്നിയില്ല. കാര്യം എന്ന് വെച്ചാൽ പുള്ളി സെൽഫ് കണ്ടൻറ്റഡാണ്. കാര്യം ഞാൻ നന്നായിട്ട് ജീവിക്കുന്നുണ്ട്, ദൈവമായിട്ട് നല്ല ധാരണയിലെത്തിയിട്ടുണ്ട്, ദൈവത്തിന് വേണ്ടിയാണ് ജീവിക്കണത്, നല്ല പ്രാർത്ഥനാ ജീവിതമുണ്ട്, പ്രവർത്തനങ്ങളുണ്ട്. അപ്പോൾ എപ്പോഴായാലും ദൈവം എന്നെ സഹായിച്ചോളൂ. അതുകൊണ്ടാണ് ചില ആൾക്കാർ ഉടമ്പടിയിൽ ഇങ്ങനെ അറച്ചു നിൽക്കുന്നതിൻ്റെ കാരണം. പിന്നെ പ്രത്യേകിച്ച് എന്താ ഉടമ്പടിയിലുള്ളതെന്നുള്ളതാണ് ചിലർ ചോദിക്കുന്നത്. പക്ഷേ ജോലി കാര്യങ്ങൾ, പുള്ളി ഒരു ഇലക്ട്രോണിക്സ് എൻജിനീയറാണ്. പക്ഷേ ജോലി കണ്ട അത്രയ്ക്ക് നാട്ടിൽ ജോലി അങ്ങനെ ഒക്കണില്ല. അപ്പോൾ എനിക്ക് തോന്നി ശരി എന്നാൽ UAE പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ അദ്ദേഹം UAE പോയി. അവിടെ 6 മാസം ഓരോരോ കമ്പനികളിൽ ജോലി അന്വേഷിച്ചും അതിൻ്റെ റെസ്യൂം കൊടുത്തും ഇൻ്റർവ്യൂവിന് പോയും. അപ്പോൾ ഇൻ്റർവ്യൂവിനൊക്കെ പോകുമ്പോൾ നമുക്ക് 1-2 ഇൻ്റർവ്യൂ കഴിയുമ്പോൾ അങ്ങനെ കുറേ അപ്പോൾ ആൾക്കാർ പിന്നെ പറയും സാരമില്ല 6 മാസമൊക്കെ ഇൻ്റർവ്യൂവിന് പോകേണ്ടി വരും, ഒരു 10-50 കമ്പനി പോയാലേ നമുക്ക് ഒരു കമ്പനി ഒക്കത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ആശ്വസിപ്പിച്ചൊക്കെ നിൽക്കും. പക്ഷെ ഒരു ടൈം കഴിയുമ്പോൾ നമ്മുടെ കൈ വിട്ടു പോകും. എന്താണ്? നമ്മൾ തിരിച്ചറിയും നമ്മൾ ആർക്കും വേണ്ട, നമ്മുടെ ജീവിതം ഇങ്ങനെ നിന്ന് കുലച്ചു പോകുകയുള്ളൂ, നമ്മളീ പറഞ്ഞതൊക്കെ വെറുതെയാണ്, ഞാനിങ്ങനെ എനിക്ക് ജോലി കിട്ടായെന്ന് എന്ത് ചെയ്യും, ജോലി കിട്ടിയാൽ പിന്നെ പെണ്ണ് കിട്ടത്തില്ല, പിന്നെ കല്യാണം കഴിക്കാൻ പറ്റത്തില്ല, പിന്നെ കുടുംബ ജീവിതമില്ല. അതൊന്നും പുള്ളി പെട്ടെന്ന് വിറച്ചു പോയി. ജീവിതത്തിൻ്റെ യഥാർത്ഥ മുഖം കണ്ടാൽ പെട്ടെന്ന് നമ്മൾ വിറക്കുമല്ല. പുള്ളി ഉടനെ തിരിച്ചു പോന്നിട്ട് നാട്ടിൻപുറത്ത് പോലെ ജോലി അന്വേഷിക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ നാട്ടിൻപുറത്ത് ജോലി അന്വേഷിക്കാനും പുള്ളിക്ക് കിട്ടണില്ല. അപ്പോഴങ്ങ് ആരോ പറഞ്ഞത്, അമ്മ പറഞ്ഞെടാ നീ പോയി ഒരു ഉടമ്പടി എടുക്കാൻ പറഞ്ഞ്. എബിൻ വന്ന് ഉടമ്പടി എടുത്ത്. ഇപ്പോൾ ഉടമ്പടി എടുക്കുമ്പോൾ ഉടമ്പടി പ്രത്യേകിച്ച് സാധാരണ നല്ല ക്രിസ്ത്യാനിയായിട്ട് ജീവിക്കുന്ന ഒരാളിന് ഉടമ്പടി പ്രത്യേകിച്ചൊന്നുമില്ല, അത് തന്നെ ഫോളോ ചെയ്താൽ മതി. പക്ഷേ അതിൻ്റെ അകത്ത് ചില കാര്യങ്ങൾ പ്രത്യേകിച്ചുണ്ട്. അത് പക്ഷേ ഇവർക്ക് ഈ നാട്ടു ക്രിസ്ത്യാനിക്ക് നടക്കുന്നുമില്ല. അത് ഉടമ്പടി പ്രത്യേകിച്ച് സംഭവമുണ്ട്. അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്രത്യേക അനുഗ്രഹമൊക്കെ വേണം. അത് നാട്ടു ക്രിസ്ത്യാനി ഇപ്പം ഞാൻ നല്ലവണ്ണം കുടുംബ പ്രാർത്ഥനയുടെ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് കുടുംബ പ്രാർത്ഥന ഉണ്ട്, ഞങ്ങൾക്ക് കാരികസതുണ്ട്, എനിക്ക് കാരികസ റാങ്ക് കിട്ടിയ ആളാണ്, ഞങ്ങളുടെ കുടുംബത്തിലെ പാരമ്പര്യമായുള്ള നല്ല കത്തോലിക്കരാണ് എന്നൊക്കെ പറയുന്നവർക്ക് ഉടമ്പടിയുടെ ചില കാര്യങ്ങൾ ചെയ്യാൻ ഈ ജന്മം പോരാതെ വരും. അതാണ് വിഷയം. നമ്മൾ അറിയത്തില്ല സംഭവം. അതായത് ഇവരെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് എല്ലാം 5 മാർക്കിൻ്റെയും 10 മാർക്കിൻ്റെയും ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുകയാണ്. ഒരു ശരാശരി കത്തോലിക്കൻ ചെയ്യണത് 5 മാർക്കിൻ്റെയും 10 മാർക്കിൻ്റെയും ക്വസ്റ്റ്യൻ വളരെ. പക്ഷേ ആ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ബാക്കിൽ ഒറ്റ ചോദ്യത്തിന് 20 മാർക്കിൻ്റെ 40 മാർക്കിൻ്റെയും ചോദ്യം കിടപ്പുണ്ട്. അത് എഴുതാൻ പറ്റത്തില്ല. അത് എഴുതണമെങ്കിലേ അപ്പം മാത്രമേ നമ്മുടെ കള്ളനും വെള്ളി നീ കറക്റ്റ് ആളാണ് കർത്താവിൻ്റെ അല്ലേന്ന് അറിയത്തുള്ളൂ. ആൾക്കാർ എഴുതുന്നതൊക്കെ ചോദ്യം 2 മാർക്കിൻ്റെയും 3 മാർക്കിൻ്റെയും ചോദ്യമൊക്കെ ചുമ്മാ കണ്ണും പൂട്ടി കറക്കി കുത്തി എഴുതിക്കും. പക്ഷേ അതിൻ്റെ അപ്പുറത്തുള്ളൊരു 40 മാർക്കിൻ്റെ ചോദ്യമുണ്ട്, അത് എഴുതാൻ പാടാണ്. അത് എഴുതുന്ന ആൾക്കാരാണ് ഈ ഉടമ്പടിയുടെ അനുഗ്രഹം ചോദിച്ചുകൊണ്ട് പോകണം. അത് ഇവിടുന്ന് ഓടിക്കളയുന്ന ആൾക്കാർ കിട്ടിയെന്ന് പറഞ്ഞ് ഉടനെ എന്താണ് അവർക്കറിയാം. അവരോട് കർത്താവ് പറഞ്ഞിട്ടുണ്ട് ഇന്ന കളത്തിലാണ് സമ്മാനം ഇരിക്കണമെന്ന്. ഇന്ന കളത്തിലാണ് സമ്മാനം ഇരിക്കണമെന്നുള്ളത് രഹസ്യമായി അത് ദൈവമായിട്ടൊരു ഇഷ്ടത്തിന് പുറത്ത് കൈമാറുന്ന രഹസ്യങ്ങളാണ്. നമുക്ക് ദൈവത്തോട് ഇഷ്ടമുണ്ടെന്ന് പറഞ്ഞ് ദൈവത്തിന് നമ്മളോട് ഇഷ്ടമുണ്ടാകണമെന്ന് ഒരു നിർബന്ധമില്ല. ഞാൻ ഇന്നുവരെ അങ്ങനെ കണ്ടിട്ടില്ല ആൾക്കാരെ. നമുക്ക് പൊരിഞ്ഞ സ്നേഹമായിരിക്കും ദൈവത്തോട്. പക്ഷേ അവിടെ കോളങ്ങൾ ഫില്ല് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ അവർക്ക് ദൈവത്തിന് അവരോട് ഇഷ്ടമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. കാരണം ദൈവത്തിന് നമ്മളോട് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാൻ പറ്റും. നമുക്ക് ദൈവത്തോട് ഇഷ്ടമാണെന്നുള്ളത് നമ്മളെല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് ചെയ്യണത്, ജീവിക്കണതും വിശുദ്ധിയോട് ജീവിക്കണം എല്ലാം കറക്റ്റാണ്. പക്ഷെ അതിൻ്റെ പേരിൽ
ദൈവത്തിന് നമ്മളൊരു പ്രത്യേക സ്നേഹം ഉണ്ടാവണമെന്ന് ഒരു നിർബന്ധവുമില്ല. അതൊക്കെ നിൻ്റെ കടമയാണെന്ന് പറയും. അതിൻ്റെ കടമയാണെന്ന് പറയും. നീ അത് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ, നീ അത് സാറ്റിസ്കോ മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ ഇത്രയും കാര്യങ്ങൾ നീ ചെയ്യണം. അത് നിൻ്റെ കടമയാണ്. അതുകൊണ്ട് ദൈവത്തിനൊരു പ്രത്യേക സ്നേഹം നമ്മോട് തോന്നണമെന്നില്ല. അതാണ് അതിൻ്റെ കടമയാണെന്ന് പറയുന്ന ഭാഗമില്ല. ടേക്ക് ദി ബെഡ് ഓഫ് ഗോഡ് 17:10 എടുത്ത് ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. 17:10 ഇതുപോലെ തന്നെ നിങ്ങളും കൽപ്പിക്കപ്പെട്ടവയെല്ലാം ചെയ്തതിനു ശേഷം ഞങ്ങൾ പ്രയോജനമില്ലാത്ത ദാസന്മാരാണ് കടമ നിർവഹിച്ചതേയുള്ളൂ എന്ന് പറയുവിൻ. നിത്യത എന്ന് പറയുന്ന ഈ സമ്മാനം കൈപ്പറ്റുന്നതിന് വേണ്ടി നമ്മൾ കുറച്ച് കടമകൾ നിർവഹിക്കാനുണ്ട്. അത് നിത്യതയ്ക്ക് വേണ്ടിയുള്ള നമ്മളുടെ അഡ്വാൻസ് ഗിവിങ് ആണ്. അതിൻ്റെ വില കൊടുക്കുന്നതാണ്. അതെന്താ? കർത്താവിൻ്റെ ദിവസം പരിശുദ്ധമായി ആചരിക്കണം, വിശുദ്ധിയോടെയും സ്നേഹത്തോട് ജീവിക്കണം. അതൊക്കെ നിങ്ങൾ ചെയ്താലും ഉടമ്പടി വരുന്ന അത്രയും പ്രയോജനം അതുകൊണ്ടുണ്ടാകത്തില്ല. അത് കാര്യം അതുക്കും മേലാണ്. അതൊക്കെ നിർവഹിക്കുന്നത് അടിത്തറ വേണം. അത് ഉപേക്ഷിക്കാതെ തന്നെ നീ മറ്റവ ചെയ്യേണ്ടതായിരുന്നു ഈശോ പറയണില്ലേ? അത് ഈശോയുടെ നിലപാട്. പാരമ്പര്യമായിട്ടുള്ള ശുശ്രൂഷയെക്കുറിച്ച് പറയുന്നത് എന്താണ്? അത് ഉപേക്ഷിക്കാമെന്നല്ല ഈശോ പറയണത്. അത് ഉപേക്ഷിക്കാതെ തന്നെ നീ മറ്റത്. അപ്പോൾ മറ്റൊരു സംഭവം, അതായത് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഉപേക്ഷിക്കാതെ. ടേക്ക് ദി വേർഡ് ഓഫ് ഗോഡ്. ലൂക്ക 11:42. ഫരീസേരെ നിങ്ങൾക്ക് ദുരിതം, എന്തെന്നാൽ നിങ്ങൾ അരൂതയുടെയും തുളസിയുടെയും മറ്റെല്ലാ ചെടികളുടെയും ദശാംശം കൊടുക്കുന്നു. എന്നാൽ ദൈവത്തിന്റെ നീതിയും സ്നേഹവും നിങ്ങൾ അവഗണിച്ചു കളയുന്നു. ഇവയാണ് നിങ്ങൾ ചെയ്യേണ്ടിയിരുന്നത്, മറ്റുള്ളവ അവഗണിക്കാതെ തന്നെ. അപ്പം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, ട്രഡീഷണലായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഒരിക്കലും അവഗണിക്കരുത്. പക്ഷെ അതുമാത്രം ചെയ്തുകൊണ്ട് ഒരു സ്പെഷ്യൽ പാക്കേജിനെ അഭിമുഖീകരിക്കാൻ പാടായിരിക്കും. അതാണ് എബിന് പറ്റുന്ന അബദ്ധം. എബിൻ പറയണത് ഞാനിതെല്ലാം ഓക്കെ ആയിട്ട് ചെയ്യുന്നുണ്ടല്ലോ, അപ്പോൾ സ്വാഭാവികമായിട്ട് ദൈവം എന്നെ സഹായിക്കുമല്ലോ എന്ന് വിചാരിച്ചതിൽ. പക്ഷേ ദൈവത്തിനൊരു പ്രശ്നമുള്ളത്, അതായത് നമ്മൾ വളരണമെന്നുള്ള ഒരു വലിയ ചാലഞ്ച് ദൈവ മനസ്സിലുണ്ട്. നമ്മൾ വളരണം. അതിന് ഈശോ വളരണമെന്നല്ല പറയണത്. ഈശോ പറയണത് 5:48 വായിച്ച്, മത്തായിയുടെ സുവിശേഷം 5:48 വായിച്ച്, 48, 49. ശ്രുതികട്ടെ. ഹല്ലേലൂയ. മത്തായി 5:48. അതുകൊണ്ട് നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് പരിപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിപൂർണരായിരിക്കുവിൻ. പരിപൂർണതയിലേക്കുള്ള വളർച്ചയുണ്ട്. ശരിക്കും ആ പരിപൂർണതയ്ക്ക് വളർച്ച ഉണ്ടെങ്കിൽ സ്പെഷ്യൽ അസൈൻമെൻറ്റ് ചെയ്യേണ്ടി വരും. ദൈവത്തിലേക്കുള്ള വളർച്ച ഉള്ളത്, അതാണ് ബൈബിൾ ഉയർത്തുന്ന ഒരു ചാലഞ്ച്. അതാണ്. അപ്പം ട്രഡീഷണലായിട്ട് നമ്മളോട് ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങൾ ചെയ്താൽ സ്റ്റാറ്റസ്കോ മെയിൻറ്റെയിൻ ചെയ്തിട്ട് നമ്മൾ മരിക്കത്തില്ല. ഇപ്പോൾ ഒരു ചെടി വളരുന്നില്ല എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താണ്? തളരുന്നുവെന്നാണ്. ഇവിടെ വന്ന് സാക്ഷ്യം പറയാൻ വേണ്ടി എന്നെ സഹായിച്ച അമ്മ മാതാവിനും ഈശോയ്ക്കും ഞാൻ നന്ദി പറയുന്നു. എൻ്റെ പേര് ദേവി പാർവതി. ഞാൻ ആലപ്പുഴ ജില്ലയിലെ കായംകുളം എന്ന സ്ഥലത്ത് നിന്ന് വരുന്നു. ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് 2025 മെയ് 23 ഞാൻ വളരെ ബുദ്ധിമുട്ടി വിഷമിച്ചിരുന്ന ഒരു സമയത്ത്, എൻ്റെ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടിയിരുന്ന സമയത്താണ് ഒരു ചേച്ചി വീട്ടിൽ വന്നിട്ട്, ഞാൻ കരഞ്ഞുകൊണ്ടിരിക്കുന്ന സമയമാണ്,
കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ബാംഗ്ലൂരിൽ എൻ്റെ നേഴ്സിംഗ് രജിസ്ട്രേഷൻ റിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് പൈസ ആവശ്യമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് കിട്ടാനുള്ള പൈസ പോലും ഭയങ്കരമായിട്ട് തടസ്സമായിട്ട് ഇപ്പോഴും ഉടനെ കിട്ടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന സമയത്താണ് അത് കേട്ടപ്പം ഭയങ്കരമായിട്ട് എനിക്ക് വിഷമമായി. ഞാൻ എൻ്റെ ഹസ്ബൻഡിനെ വിളിച്ചു കരഞ്ഞു. ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് പുറത്തൊരു ചേച്ചി വന്നിട്ട് മോളെ ഇവിടെ ആരും ഇല്ലേ എന്ന് ചോദിച്ചു വിളിച്ചു. അപ്പം ഞാൻ ചെന്ന് കഥ തുറന്നപ്പോൾ ഞാൻ കരഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ ആ ചേച്ചി പറഞ്ഞു അനാഥാലയത്തിൽ നിന്ന് വരുവാണ്, എന്തെങ്കിലും സംഭാവന ചെയ്യണേന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ ചേച്ചി എൻ്റെ കയ്യിലൊന്നുമില്ല, 10 രൂപ പോലും എടുക്കാനില്ല, ഇവിടെ ഉണ്ടെങ്കിൽ ഞാൻ എല്ലാവർക്കും കൊടുക്കുന്നതാണ്, ഏത് അനാഥാലയമാണെന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ വന്നിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞു സാരമില്ല മോളെ, ഞാൻ 2 മാസം ഇരിക്കാതെ വരും, അപ്പോൾ എനിക്ക് തന്നാൽ മതി, ഇപ്പം ഞാനിവിടെ ഇരുന്ന് ഇത്തിരി ഭക്ഷണം കഴിച്ചോട്ടെ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു അതിനെന്താ ചേച്ചി അകത്തോട്ടിരിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ചേച്ചി പറഞ്ഞു അകത്തിരിക്കുന്നില്ല, വെളിയിൽ സിറ്റൗട്ടില്ല സോപാനം പോലുള്ള അവിടെ ഇരിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ ഇരുന്ന് ചേച്ചി ഭക്ഷണം കഴിച്ചപ്പോൾ അതിന് വെള്ളം ചോദിച്ചു, വെള്ളം കൊടുത്തു. അപ്പോൾ എന്നോട് ചോദിച്ചു എന്തിനാ മോള് കരഞ്ഞത്, എന്നോട് പറയാൻ പറ്റുന്നതാണെങ്കിൽ പറയാമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു. അപ്പോൾ എന്നോട് പറഞ്ഞു മോൾക്ക് മാതാവിൽ വിശ്വാസമുണ്ടോ, ക്രിസ്ത്യൻസിൽ വിശ്വാസമുണ്ടോ, മോൾ ഹിന്ദു അല്ലേ, വിശ്വാസമുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് മാതാവിനെ വിശ്വാസം, എൻ്റെ ഫ്രണ്ട്സൊക്കെ ഉണ്ട്, ഞാനും പള്ളിയിൽ അവരുടെ കൂടെ പോയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പം പറഞ്ഞു ഞാൻ പറയുന്നൊരു പള്ളിയുണ്ട് ഇതുപോലെ കൃപാസനം കലവൂരാണ്, അവിടെ പോയി പ്രാർത്ഥിക്കും, മോടെ എല്ലാ തടസ്സങ്ങളും മാറ്റി കിട്ടും, മോടെ എല്ലാ വിഷമങ്ങളും മാറി കിട്ടുമെന്ന് ആ ചേച്ചി എന്നോട് പറഞ്ഞു. എന്നിട്ട് ആ ചേച്ചിയുടെ കയ്യിലിരുന്ന ഒരു മാതാവിൻ്റെ രൂപം എൻ്റെ കയ്യിൽ തന്നു, ഒരു ലോക്കറ്റ്. എന്നിട്ട് ചേച്ചി പോയി. ആ ലോക്കറ്റ് വെച്ച് ഞാൻ അന്ന് രാത്രി മൊത്തം കരഞ്ഞു പ്രാർത്ഥിച്ചു. എനിക്ക് ആ പൈസ എങ്ങനെയും റെഡിയായി കിട്ടണേ, എൻ്റെ ഈ രജിസ്ട്രേഷൻ റിന്യൂ ചെയ്യുന്നത് എങ്ങനെയും റെഡിയായി കിട്ടണേ, എല്ലാം സഹായിച്ച് കിട്ടണേ എന്ന് ഞാൻ മാതാവ്, എനിക്ക് എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടതെന്നൊന്നും അറിയില്ലായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ രീതിയിൽ ഞാൻ പ്രാർത്ഥിച്ചു. 2ാമത്തെ ദിവസം ആ ഉടനെ ഇല്ലെന്ന് പറഞ്ഞ ആ വ്യക്തി തന്നെ എന്നെ വിളിച്ചിട്ട് എൻ്റെ GPay വഴി എനിക്ക് ആ 50,000 രൂപ എനിക്ക് ഇട്ടു തന്നു. ഞാൻ പോയി 12-ാം തീയതി ആയിരുന്നു എനിക്ക് ബാംഗ്ലൂർ പോകേണ്ടത്, പോയി കാര്യങ്ങൾ സാധിച്ചു. ഇവിടെ 23-ാം തീയതി ഇവിടെ ഞാൻ വന്ന ദിവസം തന്നെ എന്നെ ഉടമ്പടി എടുത്ത സമയത്ത് എനിക്ക് മാതാവിന് ചൂടാനുള്ള മുത്തുക്കുട പിടിക്കാനുള്ള ഭാഗ്യം ലഭിച്ചു. ആ ചേച്ചി ഞാൻ പറഞ്ഞ കൂട്ടത്തിലുണ്ടായിരുന്നു അതൊക്കെ കിട്ടുന്നത് ഭാഗ്യമാണെന്ന്. അപ്പോൾ ആ മുത്തുക്കുട പിടിക്കാനുള്ള ഭാഗ്യം ലഭിച്ചു. അതിൽ ഞാൻ വളരെ സന്തോഷവതിയാണ്. തിരിച്ചു പോകുന്ന വഴി മേഘങ്ങൾക്കിടയിൽ മാതാവിൻ്റെ രൂപം ഞാൻ കണ്ടു. അപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്ക് തോന്നിയതായിരിക്കും, ഇവിടെ വന്നിട്ട് പോകുന്നതിൻ്റെ രീതിയിൽ എനിക്ക് തോന്നിയതായിരിക്കുമെന്ന് എനിക്ക് തോന്നി. അപ്പം ഹസ്ബൻഡിനോട് പറഞ്ഞു, കുഞ്ഞിനോട് പറഞ്ഞു, അവർക്ക് 2 പേരും അവരും കണ്ടു മാതാവിൻ്റെ രൂപം. 1 മിനിറ്റോളം ഉണ്ടായിരുന്നു, പിന്നീട് അത് മാഞ്ഞുപോയി. പിന്നെ ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ വീട്ടിൽ ചെന്ന് എന്ത് കുഞ്ഞു കാര്യങ്ങളും ഞാൻ നാക്കെടുത്ത് എന്താണ് ഞാൻ പറയുന്നത് അതുപോലെ തന്നെ എനിക്ക് സാധിച്ചു കിട്ടാൻ തുടങ്ങി. എനിക്ക് ഭയങ്കര അത്ഭുതമായിരുന്നത് ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ. പിന്നെ എനിക്ക് ചെറിയ തടസ്സങ്ങൾ വന്നു. എനിക്ക് വിദേശത്ത് പോകാനുള്ള എൻ്റെ കാര്യങ്ങൾക്ക് ഒരുപാട് തടസ്സങ്ങൾ വന്നു. പക്ഷേ ആ തടസ്സങ്ങൾ വന്നപ്പോഴും ഞാൻ വിചാരിച്ചു എൻ്റെ പ്രാർത്ഥന മാതാവ് കേൾക്കുന്നില്ലല്ലോ, ഇനി ഞാൻ പ്രാർത്ഥിക്കുന്ന രീതി ശരിയല്ലാഞ്ഞിട്ടാണോ, എനിക്കറിയില്ല എങ്ങനെ പ്രാർത്ഥിക്കേണ്ടതെന്ന്. ഇവിടെ പറഞ്ഞതും പിന്നെ ഇവിടുത്തെ അച്ഛൻ്റെ യൂട്യൂബിൽ വഴി ധ്യാനങ്ങളും ഒക്കെ അതെല്ലാം അനുസരിച്ചാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. എന്തെങ്കിലും തെറ്റുണ്ടോ ഞാൻ പ്രാർത്ഥിക്കുന്നതിലെന്നൊക്കെ ഞാൻ മനസ്സുകൊണ്ട് ചിന്തിച്ചു. ജോലി ചെയ്യുമ്പോഴും എല്ലാം ഞാൻ യൂട്യൂബിൽ അത് വെച്ച് അച്ഛൻ്റെ പ്രാർത്ഥനയും ധ്യാനങ്ങളും എല്ലാം കേട്ടുകൊണ്ട്, പിന്നെ അതുപോലെ സാക്ഷ്യങ്ങളും കേൾക്കുമായിരുന്നു. ഞാൻ ഓരോരുത്തരുടെയും സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ അപ്പോൾ ഞാൻ വിചാരിക്കുക എനിക്ക് മാത്രം എന്താ ഇങ്ങനെയെന്ന് ചിന്തിച്ചു. പക്ഷേ പിന്നീട് എനിക്ക് മാതാവ് തന്നെ തെളിയിച്ചു തന്നു ആ തടസ്സങ്ങളൊക്കെ എനിക്ക് അതിലും നല്ലത് കിട്ടാൻ വേണ്ടിയിട്ടായിരുന്നു എന്ന് എനിക്ക് മാതാവ് തന്നെ തെളിയിച്ചു തന്നു. പിന്നെ അതിലും നല്ലെടുത്ത് ആദ്യമേ തടസ്സം വന്നു പോയ ജോലി കഴിഞ്ഞ് എനിക്കിപ്പോൾ ഖത്തറിൽ നല്ലൊരു ജോബ് കിട്ടിയിട്ടുണ്ട്. അതുപോലെ ഞാൻ പിന്നെ എൻ്റെ ഹസ്ബൻഡിൻ്റെ അച്ഛന് സ്ട്രോക്ക് വന്നായിരുന്നു. 4 മണിക്കൂർ കഴിഞ്ഞാണ് ഹോസ്പിറ്റലിൽ എത്തിക്കാൻ പറ്റിയത്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു 90% കിട്ടില്ല, 10% ഉള്ളൂ ചാൻസ് ജീവൻ തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുക, അല്ലാതെ ഇപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. 70 വയസ്സ് കഴിഞ്ഞതുകൊണ്ട് ഓപ്പറേഷനും ഒന്നും ചെയ്യാൻ പറ്റില്ല, റിസ്ക് ആണെന്ന് പറഞ്ഞു. അപ്പം ഞാൻ അവിടെ ഇരുന്നു മാതാവിൻ്റെ കാശ് രൂപം വെച്ച് ഒരുപാട് പ്രാർത്ഥിച്ചു. എൻ്റെ അമ്മയുടെ അടുത്തും ഹസ്ബൻഡിൻ്റെ അമ്മയുടെ അടുത്തും പറഞ്ഞു, കരഞ്ഞു പ്രാർത്ഥിക്കാൻ പറഞ്ഞു, പ്രാർത്ഥിച്ചു. ഇപ്പം അച്ഛൻ ഒരു കുഴപ്പമില്ല. 72 മണിക്കൂർ കഴിഞ്ഞ് സ്കാൻ ചെയ്ത് കഴിഞ്ഞ് ഡോക്ടർ പറഞ്ഞു ഒരു കുഴപ്പമില്ല, ഓപ്പറേഷൻ വേണ്ട, മരുന്ന് മാത്രം മതി, 2 ദിവസം കഴിയുമ്പം ഡിസ്ചാർജ് ചെയ്യാം, ഇത്ര ഇതായിട്ട് റിസ്ക് ആയിട്ടിരുന്നതല്ലേ, അതുകൊണ്ട് 2 ദിവസം ഇവിടെ കിടക്കട്ടെ, എന്നിട്ട് ഡിസ്ചാർജ് ചെയ്യാമെന്ന് പറഞ്ഞു. ഡിസ്ചാർജ് ചെയ്ത് വന്നു.
പിന്നെ ഞാൻ സന്ധ്യാപ്രാർത്ഥന ചെയ്യുമ്പോൾ പ്രാർത്ഥിച്ചു, അച്ഛനൊന്ന് എഴുന്നേറ്റിരുന്നാൽ മതി, വേറെ ഒന്നും വേണ്ട, നടന്നില്ലെങ്കിലും വേണ്ടയില്ല, അച്ഛനൊന്ന് എഴുന്നേറ്റിരുന്നാൽ മതിയായിരുന്നു. അത് കഴിഞ്ഞ് പിറ്റേന്ന് ഞാൻ ഹസ്ബൻഡിൻ്റെ ചേട്ടൻ്റെ വീട്ടിൽ പോയി. അപ്പോൾ എൻ്റെ ചേട്ടത്തി എന്നോട് പറയുന്നു, അച്ഛൻ ഇന്നലെ ചാടി എഴുന്നേറ്റിരുന്നടി, താഴെ ഇറങ്ങിയിരുന്നെന്ന്. പിന്നെ NG ട്യൂബ് ഉണ്ടായിരുന്നു, കത്തീറ്റർ ഉണ്ടായിരുന്നു, ആ ട്യൂബുകളെല്ലാം ഇട്ട് അതുപോലെ സൈഡ് റെയിൽസ് പൊക്കി വെച്ചിരിക്കുമായിരുന്നു ബെഡിൻ്റെ. പിന്നെ അച്ഛൻ എങ്ങനെ താഴെ ഇറങ്ങിയിരുന്നെന്ന് എനിക്കറിയത്തില്ല, ഇപ്പോഴും എനിക്ക് അറിഞ്ഞുകൂടാതെ എങ്ങനെയാണെന്ന്. ഞാൻ സ്ട്രക്കായി ഇരുന്ന് പോയി. അപ്പോൾ ചേട്ടത്തി എന്നോട് പറഞ്ഞപ്പോൾ എന്നോട് ചോദിച്ചു, നീ എന്താ ഇങ്ങനെ ഇരിക്കുന്നത്, വല്ലാതിരിക്കുന്നത്, ഇത് കേട്ടിട്ട് എന്താ വല്ലാതിരിക്കുന്നതെന്ന് ചോദിച്ചു. സന്തോഷമല്ല. ഞാൻ പറഞ്ഞു അതല്ല. അപ്പോൾ ഞാൻ ചേട്ടത്തിയോടും പറഞ്ഞു, ഇതുപോലെ ഞാൻ സന്ധ്യയ്ക്ക് പ്രാർത്ഥിച്ചു, പിറ്റേന്ന് രാവിലെ കേൾക്കുന്നത് ഇതാണ്, അച്ഛൻ എഴുന്നേറ്റിരിക്കുന്നു എന്നുള്ളത്. ഇപ്പം അച്ഛന് ഒരു കുഴപ്പമില്ല, സംസാരിക്കുന്നതിന് ചെറിയ വ്യത്യാസം ഉണ്ട്, സംസാരത്തിലൊരു വ്യക്തതയില്ല, അതേ ഉള്ളൂ. അല്ലാതെ അച്ഛൻ എഴുന്നേറ്റ് നടക്കുക എടുക്കുക എല്ലാം ചെയ്യുന്നുണ്ട്, ഒരു കുഴപ്പമില്ല അച്ഛന്. അതുപോലെ എനിക്കൊരു സാക്ഷ്യം പറയാനുള്ളതെന്ന് വെച്ചാൽ, എൻ്റെ കുഞ്ഞ് ബാത്റൂമിൽ തെന്നിയടിച്ച് തലയടിച്ച് താഴെ വീണു. അപ്പോൾ ഒരു 8-9 പ്രാവശ്യം വൊമിറ്റ് ചെയ്തു. അപ്പോൾ എനിക്ക് ആകെപ്പാടെ പേടിയായിപ്പോയി. ഞാനൊരു നേഴ്സാണ്, ഞാൻ ഇത്തിരി കടന്നേ ചിന്തിക്കുകയുള്ളൂ, ഇനി ഇൻറ്റേർണൽ ബ്ലീഡിങ് വല്ലതും ഉണ്ടോ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ഭയങ്കര ടെൻഷനായിപ്പോയി എനിക്ക്. അപ്പോൾ അവനെയും കൊണ്ട് ഞങ്ങൾ ഈ ഉടമ്പടി തൈലം എടുത്ത് ഞാൻ നെറ്റിക്ക് തൂത്തു, ഉപ്പിട്ട് കൊടുത്തു, തേൻ ഇവിടുന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, തേൻ കൊടുത്തു. അങ്ങനെ മാതാവിൻ്റെ കാശുരൂപം വെച്ച് ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഹോസ്പിറ്റലിൽ ചെന്നത്. ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു, 1 മണിക്കൂർ ഒന്ന് നോക്കാം, ഇനിയും വൊമിറ്റ് ചെയ്യുവാണെങ്കിൽ നമുക്ക് സ്കാൻ ചെയ്യാം, കുഞ്ഞല്ലേ ഉടനെ സ്കാൻ ചെയ്യേണ്ട, റേഡിയേഷൻ കുഞ്ഞിന് പറ്റില്ലല്ലോ, അത് നോക്കാമെന്ന് പറഞ്ഞു. എനിക്ക് ടെൻഷനായിട്ട് ഞാൻ നല്ലതായൊരു കരയുമായിരുന്നു പ്രാർത്ഥിച്ചുകൊണ്ട്. അപ്പോൾ 1 മണിക്കൂറിനിടയിൽ 1 വട്ടം കൂടി വൊമിറ്റ് ചെയ്തപ്പോൾ ഞാൻ 2ഉം കഴിഞ്ഞു, ഇനി എന്ത് ചെയ്യും എന്നപ്പോൾ മാതാവിനെ വീണ്ടും കരഞ്ഞു വിളിക്കുക, മാതാവേ, കുഞ്ഞിൻ്റെ തലയിൽ നിന്ന് ഞാൻ കാശുരൂപം മാറ്റിയതേ ഇല്ല, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അത് കഴിഞ്ഞ് വൊമിറ്റും ചെയ്തില്ല, കുഞ്ഞങ്ങ് ഉറങ്ങിപ്പോയി. ഉറങ്ങി എണീറ്റപ്പോൾ ഒരു കുഴപ്പമില്ല, നല്ല സ്മാർട്ടായിട്ട് എഴുന്നേറ്റ് വന്നു. ഒരു മരുന്നുമില്ല, ആകെ പാരസിറ്റമോൾ ഹാഫ് മാത്രം കൊടുത്തത്. പിന്നെ വീട്ടിൽ വന്നു, 2 ദിവസം കൂടെ നീ നോക്ക്, കുഴപ്പമൊന്നുമില്ല, നോക്കാൻ പറഞ്ഞു. അപ്പോൾ ഇതുവരെ ഒരു കുഴപ്പമില്ലായിരുന്നു. അങ്ങനെ ഒരു സാക്ഷ്യം. പിന്നെ ഞാനാണെങ്കിൽ ഇവിടെ ക്രാഷ് കോഴ്സിന് വന്നതെന്ന് വെച്ചാൽ 2 ക്രാഷ് കോഴ്സ് 1 മാസം, ഒരു ക്രാഷ് 11 ദിവസം വീതം. അപ്പം ഞാനാണെങ്കിൽ എനിക്ക് ഉറക്കത്തിൻ്റെ ഇതുള്ളതാണ്, താമസിച്ചാണ് എഴുന്നേൽക്കുന്നത്, നേരത്തെ എഴുന്നേൽക്കത്തില്ല, അങ്ങനെയൊക്കെയുള്ള ക്ലാസ്സിലൊക്കെ ഇരിക്കുമ്പോൾ ഉറങ്ങും. അങ്ങനെ ഉറക്കത്തിൻ്റെ എന്നെ 5 മിനിറ്റ് കിട്ടിയാൽ ഉറങ്ങുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പം മാതാവിനോട് ഞാൻ ഇതുവഴിയാണ് പോകുന്നത്, ഇവിടെ അടുത്തുള്ള ഒരു അക്കാഡമിയിലായിരുന്നു. അപ്പോൾ ഞാൻ ഇവിടുന്ന് പോയപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ട് പോയി, മാതാവേ ഞാൻ ഉറങ്ങല്ലേ, ക്ലാസ്സിലിരുന്ന് ഞാൻ ഉറങ്ങല്ലേ. അപ്പം നേരത്തെ ഞാൻ എൻ്റെ കാശുരൂപം മാലയിലാക്കി ഇട്ടിരിക്കുമായിരുന്നു. അപ്പോൾ അച്ഛൻ്റെ ഒരു പ്രഭാഷണം ഞാൻ കേട്ടതിനകത്ത് അച്ഛൻ പറയുന്നുണ്ട്, കഴുത്തിട്ടിട്ടാൽ അത് ആഭരണവും കയ്യിൽ വെച്ചാൽ ആയുധവുമാണെന്ന് പറഞ്ഞു, നമ്മുടെ ഉടമ്പടി കാശുരൂപം. അന്ന് ഞാനത് കഴുത്തിൽ നിന്ന് ഊരി, എന്നിട്ട് പിന്നെ കയ്യിൽ വെച്ചിട്ടായിരുന്നു പ്രാർത്ഥിക്കുന്നത്. കഴുത്തിലിട്ടാൽ ആഭരണമാണെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ കയ്യിൽ വെച്ചിട്ടായിരുന്നു പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ ഉറക്കം വരുന്ന സമയത്ത് മാതാവിൻ്റെ കാശുരൂപം എടുത്തു വെച്ച് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. ആദ്യത്തെ ക്രാഷിന് 11 ദിവസമുണ്ട്, 11 ദിവസവും ഞാൻ ഉറങ്ങിയിട്ടില്ല. 2ാമത്തെ ക്രാഷിന് 1 ദിവസം, അത് സിട്രസിൻ കഴിച്ചത് കൊണ്ട് ഒരു ചെറിയ മയക്കം വന്നെങ്കിലും ഞാൻ ക്ലാസ്സിൽ ശ്രദ്ധിച്ചിരുന്നു. 2ാമത്തെ ക്രാഷിൻ്റെ 7ാമത്തെ ദിവസമാണ് എൻ്റെ കാശുരൂപം എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി. എന്ന് വെച്ചാൽ ഞാൻ ക്ലാസ് കഴിഞ്ഞ് ബാഗിലിട്ടിരുന്നു, റൂമിൽ വന്ന് നോക്കിയപ്പോൾ എൻ്റെ ഇട്ടിരുന്ന സിബ് തുറന്ന് കിടക്കുമായിരുന്നു. എൻ്റെ ഹെഡ്സെറ്റ്, അതിനകത്തിരുന്ന സാധനങ്ങളെല്ലാം പോയ കൂട്ടത്തിൽ എൻ്റെ കാശുരൂപവും പോയി. എനിക്ക് എന്തു പോയാലും കുഴപ്പമില്ലായിരുന്നു, എൻ്റെ കാശുരൂപം പോയത്. 2 ദിവസത്തോളം ഞാൻ ആഹാരവും കഴിച്ചില്ല, എനിക്ക് ക്ലാസ്സിൽ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ലായിരുന്നു. സാറ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ബുക്കിൽ എഴുതി വെക്കും, മാതാവേ എൻ്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും തെറ്റ് വന്നെങ്കിൽ മാപ്പാക്കണേ, ക്ഷമിക്കണേ, എൻ്റെ കൂടെ ഉണ്ടായിരിക്കണേ എന്ന് മാത്രം ഞാൻ എഴുതി വെച്ചു. തിരിച്ചു പോകുന്ന വഴി, ക്രാഷ് കഴിഞ്ഞു തിരിച്ചു പോകുന്ന വഴി ലഗേജ് ഇവിടെ വെളിയിൽ വെച്ചിട്ട് ഇവിടെ വന്നു ഞാൻ പ്രാർത്ഥിച്ചു. എൻ്റെ 2 ദിവസം കഴിയുമ്പോൾ എനിക്ക് പ്രൊമട്രിക് എക്സാമാണ് ഖത്തറിൻ്റെ. അപ്പോൾ ഞാനിവിടെ വന്ന് എനിക്ക് കാശുരൂപം ഇല്ലാതെ പോകുന്ന കാര്യം എനിക്ക് ചിന്തിക്കാൻ കൂടി പറ്റില്ലായിരുന്നു. അങ്ങനെ ഇവിടെ വന്നു, ഹോൾ ടിക്കറ്റ് കാണിച്ചു, അച്ഛനെ കണ്ടു. അച്ഛൻ ഇവിടുന്ന് ഒന്ന് പ്രാർത്ഥിച്ചൊരു ലോക്കറ്റ് തന്നു, ഒരു കാശുരൂപ മാതാവിൻ്റെ തന്നു. അത് ഞാൻ അപ്പോൾ അവിടെ ചെല്ലുമ്പം കയ്യിലൊന്നും ഇടാൻ പറ്റില്ല, എക്സാം സെൻറ്ററിൽ കയ്യിലൊന്നും ഇട്ടുകൊണ്ട് കയറാൻ പറ്റില്ല. അപ്പോൾ ഞാനത് മാലയിൽ ഇട്ടുകൊണ്ട് കയറി. അപ്പോൾ അകത്ത് ചെന്നിട്ട് ഞാൻ ചോദിച്ചു, കൊന്ത ഊരണോന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു വേണ്ടാന്ന് പറഞ്ഞു. അതും എനിക്കൊരു അനുഗ്രഹമായിട്ട്.
അപ്പോൾ അകത്ത് ചെന്നു. ഞാൻ 75 ക്വസ്റ്റ്യൻ, 150 ക്വസ്റ്റ്യൻ ആയിരുന്നു ഞങ്ങൾക്ക് പ്രൊമട്രിക്കിന്. 75 ക്വസ്റ്റ്യൻ കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ മൈൻഡ് ആകെ ബ്ലാങ്ക് ആയിപ്പോയി. ആ ക്വസ്റ്റ്യനിൽ കൂടി എൻ്റെ കണ്ണ് പോകുന്നുണ്ടെങ്കിലും അത് എനിക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. ക്വസ്റ്റ്യൻ എന്താണ്, ഏതാണ് ആൻസർ ചെയ്യേണ്ടത് ഒന്നും എനിക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. അത്ഭുതം എന്ന് പറയാൻ, ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ നമ്മൾ ചെയ്തെങ്കിലേ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാൻ പറ്റത്തുള്ളൂ. ആ 75ാമത്തെ ക്വസ്റ്റ്യൻ ഞാനാണോ ചെയ്തത് മാതാവാണോ ചെയ്തതെന്ന് എനിക്കറിയത്തില്ല. 76ാമത്തെ ക്വസ്റ്റ്യൻ കയറി വന്ന്, ക്വസ്റ്റ്യൻ ആണെന്ന് പിന്നീടാണ് എനിക്ക് മനസ്സിലാവുന്നത്. കാരണം സിസ്റ്റം ഡൗൺ ആയി പോയതാണെന്ന് അറിയത്തില്ല, മിന്നി മറഞ്ഞു പോകുമായിരുന്നു സിസ്റ്റം, കമ്പ്യൂട്ടറിലെ സിസ്റ്റം പെട്ടെന്ന് മിന്നി മറഞ്ഞു പോവുക. ഞാൻ പേടിച്ചു പോയി. 75 ക്വസ്റ്റ്യൻ കഴിഞ്ഞതാണല്ലോ, ഇനിയും സിസ്റ്റം ഡൗൺ ആയി കഴിഞ്ഞാൽ എനിക്ക് ഇനിയും സമയം കിട്ടത്തില്ലല്ലോ, ഞാൻ തോറ്റു പോകുമല്ലോ. അപ്പം ഞാൻ മാതാവിൻ്റെ ലോക്കറ്റിൽ കൈ വെച്ചുകൊണ്ട് ഞാൻ പ്രാർത്ഥിച്ചു. നോക്കിയപ്പോൾ എന്താ ECGയുടെ ചിത്രം വരുക, ഇതിലും ക്വസ്റ്റ്യൻ വരുമായിരുന്നു. അത് ഭയങ്കര ഒരു അത്ഭുതമാണ്. കാരണം എൻ്റെ ആ മൈൻഡ് മാറ്റി മാതാവ് തന്നതാണ് എനിക്ക്. പിന്നീട് 3 മണിക്കൂറത്തെ എക്സാമിന് ഞാൻ 2.5 മണിക്കൂർ കൊണ്ട് എൻ്റെ എക്സാം ഫിനിഷ് ചെയ്തു. ബാക്കി അരമണിക്കൂർ കൊണ്ട് ഞാൻ ഒന്നുകൂടി എല്ലാം റിവൈൻഡ് ചെയ്തു. ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചത് എനിക്ക് 75 മാർക്ക്, പാസ് മാർക്ക് കിട്ടിയാൽ മതിയെന്നാണ് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചത്. എനിക്ക് 92 മാർക്ക് കിട്ടി. ഞാൻ പാസ്സായെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കഴിവ് കൊണ്ടല്ല, എൻ്റെ മാതാവിൻ്റെ കഴിവുകൊണ്ടും എൻ്റെ സാറിൻ്റെ കഴിവുകൊണ്ടും ഞാൻ വിശ്വസിക്കുന്നു. കൂടുതലും മാതാവിൻ്റെ കഴിവുകൊണ്ട് തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഞാൻ 15 വർഷമായി നേഴ്സിംഗ് പഠിച്ചിറങ്ങിയിട്ട്. ആകെ 2 വർഷമേ ഉള്ളൂ ഞാൻ നല്ലൊരു ഹോസ്പിറ്റലിൽ ജോലി ചെയ്തത്, ബാക്കി ഒരു ക്ലിനിക്കിലാണ് ചെയ്തത്. അപ്പം വലിയ എക്സ്പീരിയൻസോ അതിനെക്കുറിച്ച് ആധികാരികമായിട്ടൊന്നും എനിക്കറിയില്ല, തിയററ്റിക്കലായിട്ടൊന്നും വലിയതറിയില്ല. ആ ക്ലാസ്സിലിരുന്ന് ശ്രദ്ധിച്ച കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അത് ഓർമ്മ വന്നത് എൻ്റെ മാതാവ് എന്നെ സഹായിച്ചത് കൊണ്ടാണ്. എൻ്റെ മൈൻഡ് വിട്ടുപോയപ്പോൾ എന്നെ മൈൻഡ് തിരിച്ചു കൊണ്ടു തന്നത് എൻ്റെ മാതാവാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് കഴിഞ്ഞ് ഇവിടെ ഞാൻ വന്നപ്പോൾ ചോദിച്ചായിരുന്നു, എൻ്റെ കാശുരൂപം കളഞ്ഞു പോയി, അപ്പോൾ എനിക്ക് ഇനിയും കാശുരൂപം കിട്ടാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ് ഈ ഉടമ്പടി തീരുമ്പം പുതിയ ഉടമ്പടി എടുത്താൽ മതി, കാശുരൂപം കിട്ടുമെന്ന് പറഞ്ഞു. അപ്പോൾ 1-ാം തീയതിയാണ് 90 ദിവസം കഴിയുന്നത്. ആ 1-ാം തീയതി തന്നെ ഞാനിവിടെ വന്നു, പുതിയ ഉടമ്പടി എടുത്തു, കാശുരൂപം കിട്ടി. ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ട്. ഞാൻ കൈക്കൊന്ത വാങ്ങിച്ച് അതിലിട്ടിരിക്കുകയാണ്. ഇനി നഷ്ടപ്പെട്ടു പോവാൻ ഞാൻ നഷ്ടപ്പെടുത്തി കളയത്തില്ലെന്ന് തന്നെ വിചാരിച്ച് ഞാൻ ഇരിക്കുകയാണ്. അപ്പോൾ ഉടമ്പടി എടുത്ത സമയത്ത് ഇവിടെ ആ ചേച്ചി പറഞ്ഞിരുന്നു, പ്രാർത്ഥിക്കാൻ പറഞ്ഞു, കണ്ണടച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അവിടെ കൗണ്ടറിൽ ചെന്നു കണ്ണടച്ച് പ്രാർത്ഥിച്ചത് ഞാൻ ഈ ഒരൊറ്റ കാര്യമേ ഉള്ളൂ, വേറെ ഒന്നും ഞാൻ പ്രാർത്ഥിച്ചില്ല. ഉടമ്പടിയിൽ വെച്ച കാര്യങ്ങളൊന്നും ഞാൻ പറഞ്ഞില്ല. മാതാവ് എൻ്റെ കൂടെ ഉണ്ടെന്ന് എനിക്കറിയാം. കാരണം ഞാൻ എന്തു പറഞ്ഞാലും എനിക്ക് സഹായിച്ചു കിട്ടുന്നുണ്ട്. പക്ഷേ എൻ്റെ മനസ്സിനൊരു സമാധാനം കിട്ടണം. കാരണം എൻ്റെ ഇത് നഷ്ടപ്പെട്ടു പോയതാണ് മാതാവിൻ്റെ കാശുരൂപം. അതുകൊണ്ട് മാതാവ് എൻ്റെ കൂടെ ഉണ്ടെന്ന് എനിക്കൊരു ഉറപ്പ്, ഒരു മനസ്സമാധാനം കിട്ടണമെങ്കിൽ എനിക്ക് മാതാവിനെ തന്നെ എൻ്റെ കയ്യിൽ കിട്ടണേന്ന് ഞാൻ പ്രാർത്ഥിച്ചു, കരഞ്ഞു. അപ്പോൾ ആ ചേച്ചി ആ ഡബ്ബ കൊണ്ടുവന്നു. അതിൽ നിന്ന് ഞാനൊരു തിരിഞ്ഞു കിടക്കുമായിരുന്നത് എടുത്തു നോക്കിയപ്പോൾ മാതാവെന്ന് കണ്ടു. എനിക്ക് എന്ത് ചെയ്യണമെന്നറിയത്തില്ല, ചലിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയായിപ്പോയി എനിക്ക് അവിടെ നിന്നപ്പോൾ. കരയണോ ചിരിക്കണോ എന്തുവാണെന്നറിയത്തില്ല, ശരീരം പെരുക്കുവാണോ എന്തോ, ഞാൻ വീണു പോകുമെന്ന് പോലും ചിന്തിച്ചു പോയി. ആ ചേച്ചി പാടിത്തന്ന മാതാവിൻ്റെ പ്രാർത്ഥന പാട്ട് പാടാൻ പോലും എനിക്ക് പറ്റുന്നില്ല. ഏതോ ഒരവസ്ഥയിലാണ് ഞാൻ അവിടുന്ന് ഇവിടെ വരെ വന്നത്. പിന്നെ അപ്പം എനിക്ക് ഉറപ്പായി എൻ്റെ മാതാവ് എൻ്റെ കൂടെ ഉണ്ടെന്ന്. അതുപോലെ ഞാൻ എല്ലാവരോടും പറയും, എൻ്റെ അനുഭവങ്ങളെല്ലാം എല്ലാവരോടും ഞാൻ പറയും. പിന്നെ ക്രാഷ് കോഴ്സിന് പോയിട്ടുള്ള ഓരോ കുട്ടികളോടും ഞാൻ മാതാവിൻ്റെ കാര്യം പറയുമ്പോൾ അവരെ എന്നെ പറയും, ചേച്ചി അവരും ഇവിടെ ഉടമ്പടി എടുത്തവരുണ്ട്, അവരുടേത് സാധിക്കാത്തത് പോലും ഞാൻ പറയുന്നത് സാധിക്കും ചേച്ചി ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. ഇപ്പോഴും ഇന്നിങ്ങോട്ട് വരുന്ന വഴിയിലും ഒരു കുട്ടി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ചേച്ചി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. ഇന്നലെ എൻ്റെ ഒരു കൂട്ടുകാരി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, വസ്തു കച്ചവടത്തിൻ്റെ കാര്യം നീ പറഞ്ഞാൽ കേൾക്കും, മാതാവ് കേൾക്കും. അങ്ങനൊരു അനുഭവങ്ങളാണ് എനിക്ക് കിട്ടിയത്. ഈ കഴിഞ്ഞ ഞായറാഴ്ച എനിക്ക് മാതാവിനെയും ഈശോയെയും ഞാൻ എൻ്റെ സ്വപ്നത്തിൽ കണ്ടു. എൻ്റെ സ്വപ്നത്തിൽ കാണുക ഇങ്ങനെ വന്ന് എനിക്ക് പ്രത്യക്ഷപ്പെട്ട് നിൽക്കുന്നത്, സംസാരിക്കുന്നൊന്നുമില്ല, എന്ന് സ്വപ്നത്തിൽ വന്ന് നിൽക്കുന്നു. എനിക്ക് ഏജൻസിക്ക് 2.5 ലക്ഷം രൂപ കൊടുക്കാനുണ്ടായിരുന്നു. അപ്പം എങ്ങൂന്ന് ഒരു ഇതുമില്ല, സ്വർണ്ണങ്ങളെല്ലാം വിറ്റിട്ടാണ് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തത്. അപ്പം ഞാനിവിടെ വന്ന് പുതിയ ഉടമ്പടി എടുത്തെന്ന് പറഞ്ഞില്ലേ, ഇപ്പോൾ വന്ന് 1-ാം തീയതി 2-ാം തീയതി എനിക്ക് 2 ലക്ഷം രൂപ കിട്ടി. ഇങ്ങോട്ട് വിളിച്ചിട്ടാണ് പറഞ്ഞത്, മോളെ ഇതുപോലെ 2 ലക്ഷം രൂപ ഉണ്ട്, നിനക്ക് വേണോ പോകുന്ന കാര്യത്തിന്. ഇനിയും എനിക്ക് 1 ലക്ഷം രൂപയും കൂടി വേണം. ഞാനിപ്പം വിശ്വസിക്കുന്നത്, ഞാൻ ഇവിടുന്ന് വീട്ടിൽ ചെല്ലുമ്പോഴത്തേക്ക് എനിക്ക് അത് റെഡി ആയിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഞാൻ ഇതുവരെ വിശ്വസിച്ചതെല്ലാം എനിക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ അതുപോലെ ഇന്ന് എനിക്ക് കയറി പോകേണ്ടതായിരുന്നു, 15-ാം തീയതിക്കായിരുന്നു ടിക്കറ്റ്.
അപ്പം മിനിങ്ങാന്ന് 13-ാം തീയതി രാത്രിയായപ്പോൾ എനിക്ക് മനസ്സിന് ഭയങ്കര അസ്വസ്ഥത. ഞാൻ വന്ന് സാക്ഷ്യമൊന്നും പറഞ്ഞില്ലല്ലോ, എനിക്ക് ഇത്രയെല്ലാം അനുഗ്രഹം എൻ്റെ മാതാവ് ഈശോ എനിക്ക് സാധിച്ചു തന്നിട്ട് എനിക്ക് സാക്ഷ്യം പറയാതെ പോകേണ്ടി വരുമോ എന്നുള്ളൊരു വിഷമത്തിൽ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് രാത്രി 9:30 ആയപ്പോൾ ഏജൻസിയിൽ നിന്ന് അവർ വിളിച്ചിട്ട് പറഞ്ഞു ഡേറ്റ് നീട്ടി വെച്ചിട്ടുണ്ട്, 18-ാം തീയതിയാണ് പോകുന്നത്. അപ്പോൾ ഞാൻ ചോദിച്ചു 15-ാം തീയതി എന്നല്ലേ പറഞ്ഞത്, പിന്നെന്താ ഇപ്പോൾ 18 ആയത്? അത് അവിടെ എന്തോ അവധിയാണ്, അപ്പോൾ അവിടെ ചെല്ലുന്നവരെ പിക്ക് ചെയ്യാൻ വരാൻ വേണ്ടിയിട്ട് ആളില്ല, അതുകൊണ്ട് 18-ാം തീയതി ആയിട്ട്. അപ്പോൾ എനിക്ക് ഒരാശ്വാസം, മാതാവ് ഇടപെട്ട് ഇവിടെ വന്ന് എനിക്ക് സാക്ഷ്യം പറയാൻ വേണ്ടിയിട്ട് മാതാവ് ഇടപെട്ട് എനിക്ക് നീട്ടി തന്നതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ ഞാൻ മാതാവിൻ്റെ എന്ത് കണ്ടാലും ഞാൻ ഷെയർ ചെയ്യുകയും എല്ലാം ചെയ്യുന്നുണ്ട്. പിന്നെ എന്നെ അറിയാവുന്നവരോടും അറിയാത്തവരോടും എന്നോട് സംസാരിക്കുന്നവരോടെല്ലാം ഞാൻ എൻ്റെ മാതാവിനെ പറ്റി പറയും. എനിക്ക് ഇത്രയും അനുഭവ സാക്ഷ്യങ്ങൾ കിട്ടിയത് എൻ്റെ മാതാവിൻ്റെ എനിക്ക് അനുഗ്രഹങ്ങൾ കിട്ടിയതെല്ലാം. അതുപോലെ തന്നെ എൻ്റെ മനസ്സ് വല്ലാതിരിക്കുന്ന സമയത്ത് ഞാൻ സോഷ്യൽ മീഡിയ തുറന്നു നോക്കുന്ന ഫേസ്ബുക്ക് ആയാലും എന്ത് തുറന്നു നോക്കിയാലും മാതാവിൻ്റെ ഇതാണ് കാണുന്നത്. എനിക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ടുണ്ട് എല്ലാം. ദൈവം നിന്നെ രക്ഷിച്ചിരിക്കുന്നു, നിൻ്റെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ എൻ്റേതാണ് എന്ന് പറയുന്നത്. പിന്നെ മനുഷ്യൻ അസാധ്യമായത് ദൈവത്തിന് സാധിക്കും. ഞാൻ അതൊക്കെ വെച്ചിട്ടാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. എനിക്ക് എങ്ങനെ അല്ലാതെ പ്രാർത്ഥിക്കണമെന്നൊന്നും എനിക്കറിയത്തില്ല. ഞാനൊരു കുഞ്ഞമ്മയോട് പറയുന്ന രീതിയിലാണ് ഞാൻ എൻ്റെ മാതാവിനോട് പ്രാർത്ഥിക്കുന്നത്. എനിക്കറിയില്ല എങ്ങനെയാണെന്ന്. ഞാൻ എന്നിട്ട് ലാസ്റ്റ് പറയും എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണേ മാതാവേ. പക്ഷേ എന്തോ എനിക്കറിയില്ല, അമ്മ കുഞ്ഞുങ്ങൾക്ക് സഹായിച്ചു കൊടുക്കുന്ന പോലെ എൻ്റെ മാതാവ് എനിക്ക് സഹായിച്ചു തരുന്നുണ്ട് ഇപ്പം ഈ നിമിഷം വരെ. ധ്യാനം എന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛൻ്റെ ധ്യാനം ഞാൻ യൂട്യൂബ് വഴിയുള്ളതെല്ലാം ഞാൻ കാണുന്നുണ്ട് ഓൺലൈൻ വഴി. പിന്നെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉടമ്പടി പത്രം കൊടുക്കുന്നുണ്ട്, കൃപാസന ഉടമ്പടി പത്രം കൊടുക്കുന്നുണ്ട്, കൃപാസന പത്രം കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ ആർക്കെങ്കിലും എന്തെങ്കിലും വയ്യാഴിക, തലവേദന, അങ്ങനെ എന്തെങ്കിലും അസുഖങ്ങൾ കാര്യങ്ങൾ വരുവാണെങ്കിൽ ഞാൻ ഇവിടെ ഉടമ്പടി തൈലം കൊണ്ടുവന്ന് തൂക്കുക, ഉടമ്പടി ഉപ്പിട്ട് കൊടുക്കുക. അങ്ങനെ ഞാൻ എൻ്റെ കൈ കൊണ്ട് ചെയ്താലും മാതാവ് എനിക്ക് അതിന് എല്ലാം സഹായിച്ചു. അതുകൊണ്ട് ഞാൻ പറയുന്നവർക്കെല്ലാം മാതാവിൻ്റെ വിശ്വാസം. എത്രയോ പേര് ഇവിടെ വന്നിട്ടുണ്ട് ഞാൻ വഴി. എൻ്റെ കൂട്ടുകാരികൾ വന്നിട്ടുണ്ട്, എൻ്റെ ഒരു ചേച്ചി വന്നിട്ടുണ്ട്, അങ്ങനെ ഒരുപാട് പേര് ഇനിയും വരാനിരിക്കുന്നവരുമുണ്ട്. പിന്നെ സഹായിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിപ്പോൾ സാമ്പത്തികമായിട്ട് ഇത്തിരി ഇതായിട്ടിരിക്കുകയാണ് പോകുന്ന കാര്യങ്ങളൊക്കെ ആയിട്ട്. എങ്കിലും എൻ്റെ കഴിവിൻ്റെ പരമാവധി എന്നോട് ആര് സഹായം ചോദിച്ചു വന്നാലും ഞാൻ ചെയ്തു കൊടുക്കാറുണ്ട്. ഇനിയും ഞാൻ ചെയ്യും. കാരണം ഇനി എനിക്ക് മാതാവ് അനുഗ്രഹിച്ച് എനിക്കൊരു സ്ഥിതി തന്നു കഴിഞ്ഞാൽ ആ രീതിയിൽ ഞാൻ എന്തായാലും ചെയ്യുമെന്ന് ഞാൻ ഉറച്ചു തന്നെ പറയുന്നു. എനിക്ക് കിട്ടിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും എൻ്റെ അമ്മ മാതാവിനോട് ഈശോയോട് ഞാൻ നന്ദി പറയുന്നു. ഇനിയും എൻ്റെ കൂടെ മാതാവ് ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഇനിയും ഉണ്ടാവണേന്ന്. ഇനി അങ്ങോട്ടും ഓരോ കാര്യങ്ങൾക്കും ഞാൻ അവിടെ ഖത്തറിൽ ചെന്ന് കഴിഞ്ഞാലും എൻ്റെ മാതാവ് എൻ്റെ കൂടെ ഉണ്ടെങ്കിലേ, ഇനി മാതാവില്ലാതെ എനിക്കൊരു ജീവിതമില്ല. ആ രീതിയിലാണ് ഇപ്പം എൻ്റെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ട്